അയ്യോ എന്റെ കാശ് പോയേ, എന്റെ കാശ് പോയേന്ന് വെറുതെ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് മക്കളെ വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? അപ്പൊ നമ്മളെ പുതിയ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓണം റിലീസായിട്ട് 2-3 ചിത്രങ്ങളൊക്കെ റിലീസായിട്ടുണ്ട്. അപ്പൊ പറയണത് എന്താ, ലാലേട്ടന്റെ പടം പോരാ, നെഗറ്റീവാണ്, ആകെ നെഗറ്റീവ്. എവിടെ നോക്കിയാലും, വലത്തോട്ട് നോക്കിയാലും, ഇടത്തോട്ട് നോക്കിയാലും, മുമ്പിലേക്ക് നോക്കിയാലും, പിറകിലോട്ട് നോക്കിക്കഴിഞ്ഞാലും, ഇനി മാനത്തേക്ക് നോക്കിയാലും, ഭൂമിയിലേക്ക് നോക്കിയാലും ആകെ നെഗറ്റീവാണ്. നെഗറ്റീവ് കമൻസോട് നെഗറ്റീവ് കമൻസിനെ പറ്റിക്ക് റിവ്യൂസ്, ബാഡ് കമന്റ് എന്നൊക്കെ എന്താ പറയുക. ലോക തൂക്കി ലാലേട്ടനെ കടത്തി വെട്ടി, ലോകം ആകെ മരണമാസായി, ലാലേട്ടന്റെ പടം ആകെ നാശമായി, ഹലാക്കിന്റെ ഔലൂസും കഞ്ഞായി, ആകെ ഉപ്പിലിട്ട മാങ്ങ പോലായി എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ്, ആകെ ഹലാക്കിന്റെ ഔലൂസും കഞ്ഞാണ്. ലാലേട്ടന്റെ പടം അടിപൊളി പടം തന്നെയാണ്, ഒരു കാരണവശാലും അത് ഫ്ലോപ്പ് ആവില്ല. സൂപ്പർ ഹിറ്റ് ആയി മാറിക്കൊണ്ടിരിക്കുന്നതാണ്. 50 കോടിയായാലും 60 കോടിയായാലും 70 കോടിയായാലും ലോക തൂക്കിയില്ലെങ്കിലും അത് വേറെ ഐറ്റം, ഇത് വേറെ ഐറ്റം. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ സിനിമയുടെ റേറ്റിംഗ് കുറക്കാൻ വേണ്ടിയിട്ട്. ഏത് സിനിമയുടെ റേറ്റിംഗ് കുറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ സിനിമ അടിപൊളിയാണെച്ചെങ്കിൽ അതിന് കാണാൻ മലയാളികൾ ഉണ്ട് എങ്കിൽ സിനിമ അടിപൊളി തന്നെ ആയിരിക്കും. കാരണം മലയാള സിനിമയിൽ ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റെക്കോർഡ് കളക്ഷൻസ് ഒക്കെ നേടി വരുന്ന ആളാണ് ആര്, നമ്മളെ ലാലേട്ടൻ. അപ്പോൾ കല്യാണി പ്രിയദർശൻ മറ്റേ ബാക്കിൽ വരുന്നുണ്ട്. അത് അടിപൊളി സിനിമയാണ്. ലോക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി സിനിമ തന്നെയാണ്. സിനിമ എല്ലാന്ന് ഒരിക്കലും പറയുന്നില്ല. പക്ഷെ ആ സിനിമയും ഈ സിനിമയും തമ്മിൽ രണ്ടാണ്. മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട നടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ. അത് ഒരു യഥാർത്ഥ സത്യം തന്നെയാണ്. ഇനിയിപ്പോൾ ലോകയുടെ റിവ്യൂലും അതുപോലെ തന്നെ ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വത്തിലും നെഗറ്റീവ് കമൻറ്റ്, ഒരു പടത്തിന് നെഗറ്റീവ് കമൻറ്റ് അടിക്കേണ്ട ആവശ്യമില്ല. കാരണം നല്ല പടമാണെന്ന് വെച്ചെങ്കിൽ പിന്നെ എന്തിനാണ് അതിന് നല്ല നെഗറ്റീവ് അടിക്കുന്നത്? നമ്മളെ കാശ് പോയി അയ്യോ എന്റെ കാശ് പോയേ, എന്റെ കാശ് പോയേന്ന് വെറുതെ ഒരു കഥ ഇല്ലാണ്ട് നെഗറ്റീവ് കമൻറ്റ് അടിക്കട്ടെ. അയ്യോ എന്റെ കാശ് പോയി. കാശുള്ളവർ കാണട്ടെ, കാശില്ലാത്തവർ കാണട്ടെ. അതൊക്കെ ഒരു സ്വാഭാവിക ഒരു കാര്യം തന്നെയല്ലേ. ഒരു പടം ഇറക്കുമ്പോഴത്തേന് 30 കോടി 40 കോടി 50 കോടി 60 കോടി എത്ര കോടി നേടിക്കോട്ടെ, അത് നേടാൻ വേണ്ടിയിട്ടല്ല അവർ ബിസിനസ് ചെയ്യുന്നത്. പക്ഷേ ഇത്ര കോടിക്കണക്കിന് ഉറുപ്പ്യ ഇറക്കിയിട്ട് ഒരു പടം അത് കണ്ടിട്ട് കൂടി ഉണ്ടാവില്ല, വെറുതെ അലക്കി വിടുകയാണ്. അതങ്ങനെ പോരാ. ഫസ്റ്റ് ഹാഫ് പോരാ, സെക്കൻഡ് ഹാഫ് പോരാ, ഫൈറ്റ് പോരാ, അതുപോലെ പാട്ട് പോരാ, കളറ് പോരാ, അഭിനയം പോരാ. ലാലേട്ടനൊക്കെ അഭിനയം പഠിപ്പിക്കാൻ വരാ. അയ്യോ ലാലേട്ടൻ്റെ അഭിനയം പോരാ. എന്താ ഈ പറയുന്ന ആൾക്കാർക്ക് എന്താ ലാലേട്ടൻ്റെ അഭിനയം എന്താന്നുള്ളത്? മലയാളികൾ അല്ലെങ്കിൽ ലോകം കണ്ടുകൊണ്ടിരിക്കണം, ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം ലാലേട്ടൻ്റെ അഭിനയം പോരാ, ലാലേട്ടൻ്റെ കഥ സെലക്റ്റീവ് പോരാ, അത് പോരാ. അപ്പോൾ ഈ കഴിഞ്ഞ ഇതൊക്കെ തുടരും ഇറങ്ങി, അതുപോലെ എമ്പുരാൻ ഇറങ്ങി, അതിന് മുന്നേ വേറെ കുറച്ച് സിനിമകളൊക്കെ ഇറങ്ങി, കുഴപ്പമില്ലാണ്ടൊക്കെ അത്യാവശ്യം അടിപൊളി കഥ ഒക്കെ തന്നെയായിരുന്നു. പക്ഷെ എന്താണ്, ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് കല്യാണി പ്രിയദർശൻ ലാലേട്ടനെ കടത്തി വെട്ടിക്കോട്ടെ, കുഴപ്പമില്ല, വെട്ടണോണ്ടൊന്നും ഒരു പ്രശ്നമുള്ളതല്ല. അഭിനയത്തിൽ ലാലേട്ടൻ ഒന്നുമല്ല എന്ന് പറയരുത്. ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയ സിംഹമാണെന്ന് മലയാളികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ ജനതയ്ക്ക്, ലോക ജനതയ്ക്ക് അറിയുന്നത് ലാലേട്ടൻ ഒരു മലയാള സിനിമയുടെ സിംഹമാണെന്ന്, അഭിനയത്തിന്റെ സിംഹം. അപ്പൊ പിന്നെ പ്രത്യേകമായിട്ട് ഞാനിങ്ങനെ വെറുതെ വളിപ്പടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ലോകം 60 കോടി നേടിയാലും, ഹൃദയപൂർവ്വം 60 കോടി നേടിയാലും, അതുപോലെ തന്നെ വേറൊരു നമ്മളെ ഷൈനികത്തിന്റെ പടം വരുന്നുണ്ട്, മൾട്ടി. അപ്പൊ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് സിനിമയായിട്ടാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ ജനങ്ങൾ കണ്ടിട്ട് അവരെ എന്റർടൈൻ ചെയ്യണം. നമ്മളെപ്പോലത്തെ മലയാളികളാണ് ഈ പ്രേക്ഷകർ. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിന് നല്ലതാണെങ്കിൽ നല്ലത് തന്നെ പറയണം. വെറുതെ നല്ല സിനിമനെ എന്ത് ചെയ്യരുത്, അത് ഇതാക്കരുത്. ഓണം പ്രിയദർശൻ തൂക്കി, അല്ലെങ്കിൽ മോഹൻലാൽ, ആരും വേണമെങ്കിൽ തൂക്കിക്കോട്ടെ. പക്ഷെ നല്ല സിനിമകൾ നമ്മൾ എന്ത് ചെയ്യണം, സപ്പോർട്ട് ചെയ്യേണ്ട വേണം. വെറുതെ നെഗറ്റീവ് അടിച്ചിട്ട് ഒരു കഥയില്ല. അപ്പൊ എന്തായാലും വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.